സൈന്യത്തെയും സാങ്കേതികവിദ്യയും ഒരുമിപ്പിച്ച് വരും കാലത്തിന്റെ യുദ്ധതന്ത്രം വികസിപ്പിച്ചെടുക്കുകയാണ് ചൈന. ഭാവിയിൽ ആൾനാശം കുറച്ച് പകരം റോബോട്ട് സൈന്യത്തെ വിന്യസിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്തതായിട്ടാണ് അവകാശവാദം. ഇതിന്റെ ആദ്യപടിയായ യുദ്ധഭൂമിയിൽ സുരക്ഷിതവും വിശ്വസനീയവുമായ ഡേറ്റ കൈമാറ്റത്തിനായി ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ 5G ബേസ് സ്റ്റേഷൻ അനാച്ഛാദനം ചെയ്തതായി സൗത്ത് ചൈന മോർണിംഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ചൈന മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് ഗ്രൂപ്പും പീപ്പിൾസ് ലിബറേഷൻ ആർമിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത പദ്ധതിയിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ കുറഞ്ഞത് 10,000 ഉപയോക്താക്കൾക്ക് അതിവേഗ കുറഞ്ഞ ലേറ്റൻസി അതീവ സുരക്ഷിതയും വിശ്വസനീയവുമായ ഡേറ്റ എക്സ്ചേഞ്ച് സേവനങ്ങൾ നൽകാൻ കഴിയും. ഈ മുന്നേറ്റം നിർമ്മിത ബുദ്ധിശക്തിയുള്ള യുദ്ധതന്ത്രങ്ങളുടെ വലിയ തോതിലുള്ള ഉപയോഗത്തിന് വഴിയൊരുക്കും. ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യരഹിതമായ സൈന്യത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ നിർണായക നീക്കങ്ങളിൽ ഒന്നായി ഇതിനെ വിലയിരുത്താം. ഈ മുന്നേറ്റം ശക്തവും ചെലവ് കുറഞ്ഞതുമായ ഡ്രോണുകൾ, റോബോട്ട് നായ്ക്കൾ, മറ്റു തരത്തിലുള്ള ആളില്ലാ യുദ്ധ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഭാവിയിലെ യുദ്ധക്കളങ്ങളെ മനുഷ്യ സൈനികർക്ക് പകരം യന്ത്രങ്ങളെ കൊണ്ട് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരേ സമയം അനേകം റോബോട്ടുകളെ ഒരുമിച്ച് യുദ്ധഭൂമിയിൽ വിന്യസിപ്പിക്കാനുള്ള നീക്കത്തിനും ഈ സാങ്കേതിക വിദ്യ ഗുണകരമാകുമെന്നത് ചൈന കരുതുന്നത്. നിലവിലുള്ള സൈനിക ആശയവിനിമയ സാങ്കേതിക വിദ്യകൾക്ക് ആയിരക്കണക്കിന് റോബോട്ടുകൾക്കിടയിലുള്ള വൻതോതിലുള്ള ഡാറ്റ കൈമാറ്റ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ മിലിറ്ററി 5G പരീക്ഷിച്ചത്. പർവ്വതങ്ങളോ നഗരങ്ങളോ പോലുള്ള സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ പോലും മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ മുന്നേറുമ്പോഴും ചൈനീസ് ആർമിക്ക് തടസ്സമില്ലാത്ത 10 ഗിഗാബൈറ്റ് ത്രൂപുട്ടും സെക്കൻഡിൽ 10 ഗിഗാബൈറ്റിലും കുറവും 10 മില്ലി സെക്കൻഡ് ലെറ്റൻസിയും നിലനിർത്താൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ വാഹനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആന്റിന കെട്ടിടങ്ങളോ മരങ്ങളോ പോലുള്ള തടസ്സങ്ങളിൽ തട്ടാതിരിക്കാൻ 3 മീറ്റർ ഉയരത്തിൽ കൂടാനാകില്ല. ഉയർന്ന നിലവാരമുള്ള സിഗ്നലുകളുടെ കവറേജ് പരിധിയെ സാരമായി ബാധിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും സൈനിക എഞ്ചിനീയർമാരും ഒരു സൈനിക വാഹനത്തിന്റെ മുകളിൽ 3 മുതൽ 4 ഡ്രോണുകൾ വരെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തു. ഈ ഡ്രോണുകൾക്ക് സൈനിക മുന്നേറ്റത്തിൽ മാറി മാറി പറന്നുയരാനും ഒരു ഏരിയൽ ബേസ് സ്റ്റേഷനായി പ്രവർത്തിക്കാനും കഴിയും. ഒരു ഡ്രോണിന്റെ ബാറ്ററി തീരുമ്പോൾ മറ്റൊന്ന് സജ്ജമായി ചാർജ് കുറഞ്ഞവയ്ക്ക് ചാർജ് ചെയ്യുന്നതിനായി വാഹനത്തിന്റെ മേൽക്കൂരയിൽ യാന്ത്രികമായി ഇറങ്ങാനുമാകും. 2024 നവംബർ വരെ ചൈന 4.2 ദശലക്ഷം സിവിലിയൻ 5A ബേസ് സ്റ്റേഷനുകൾ നിർമ്മിച്ചു. ഇത് മറ്റേതൊരു രാജ്യത്തെക്കാളും വളരെ കൂടുതലാണ്. മിലിറ്ററി 5Gയുടെ ഒരു പ്രധാന ഭീഷണി വൈദ്യുത കാന്തിക ഇടപെടലാണ്. ഇത് മറ്റൊരു രീതിയിൽ പരിഹരിക്കാനാണ് ശ്രമം. ഉപഭോക്തൃ ഭാഗത്തുള്ള ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ടെർമിനലിന് വൈദ്യുത കാന്തിക പ്രശ്നം നേരിട്ടാൽ 400 മെഗാവാട്ട് വരെ അൾട്രാ ഹൈ പവറിൽ ഡാറ്റ കൈമാറാൻ കഴിയും. അതേസമയം വളരെ കുറഞ്ഞ ഊർജ്ജ ഉപഭോഗത്തിൽ ദീർഘകാലം പ്രവർത്തനം നിലനിർത്തുന്നു.